നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. 2017 ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ എയർലിഫ്റ്റിംഗ് ചാർജ് ഇപ്പോൾ കേരളത്തോട് ചോദിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി. കേന്ദ്ര നടപടി അത്ഭുതപ്പെടുത്തിയെന്നും കോടതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി. മുനമ്പം വിഷയത്തിൽ വി.ഡി. സതീശന്റെ നിലപാടിനെ തള്ളി മുസ്ലിം ലീഗ്. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനം അംഗീകരിക്കുമെന്ന് സാദിഖ് അലി തങ്ങൾ. മുനമ്പത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കരുതെന്നും സാദിഖ് അലി തങ്ങൾ. അംബേദ്കറെ അവഹേളിച്ച അമിത്ഷായ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടുനൽകാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന മകൾ ആശാ ലോറൻസിന്റെ ഹർജി തള്ളി. വിദ്വേഷ പ്രസംഗത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ്.കെ. യാദവിന് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ താക്കീത്. ജുഡീഷ്യറിയുടെ അന്തസ്സ് പാലിക്കണമെന്ന നിർദ്ദേശം. പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതെന്ന എസ്.കെ. യാദവിന്റെ വാദം തള്ളി. ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ബ്രസീലിയൻ താരം വിനീഷ്യസ് ജൂനിയറിന്. മികച്ച വനിതാ താരം സ്പെയിനിന്റെ ഐത്താന ബൊൻമാറ്റി. കാർലോ ആഞ്ചലോട്ടി മികച്ച പരിശീലകൻ. എമിലിയാനോ മാർട്ടിനസ് മികച്ച ഗോൾ കീപ്പർ. കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് 6ാം ദിനം. പ്രദർശിപ്പിക്കുന്നത് 67 സിനിമകൾ. കാനിൽ തിളങ്ങിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റും ഇന്ന് പ്രേക്ഷകരിലേക്ക്. തൃശൂർ വടക്കാഞ്ചേരി കല്ലമ്പാറയിലെ ആയുർവേദ മരുന്ന് ഗോഡൌണിൽ തീപിടുത്തം. ചൊവ്വാഴ്ച രാത്രി 8:30 തീപിടുത്തമുണ്ടായത്. വടക്കഞ്ചേരിയിൽ നിന്നും എത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന പച്ചമരുന്നുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു. അതേസമയം ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ വീണ്ടും ലൈവ് ക്ലാസുകൾ ആരംഭിച്ചു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. 10 മണിവരെ 37,000 തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. അതോടൊപ്പം കാനനപാതയിലൂടെ കാൽനടയായി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിന് പ്രത്യേകം പാസ് നൽകി തുടങ്ങി. എരുമേലി മുതൽ പമ്പ വരെ 30 കിലോമീറ്ററോളം കാനനപാതയിലൂടെ വരുന്നവർക്കാണ് പാസ് നൽകുന്നത്. തിരുവനന്തപുരത്ത് 4 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ചിറയൻകീട് കുറക്കടിയിലെ ഗോഡൌണിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഗോഡൌൺ നടത്തിയിരുന്ന വഞ്ചൂർ സ്വദേശി ഷിജു പിടിയിലായി. വയനാട് കൂടൽക്കടവിൽ ആദിവാസി മധ്യവയസ്കനെ റോഡിൽ വലിച്ചിഴച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. വധശ്രമത്തിന് പുറമെ പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പുകളാണ് ചുമത്തിയത്. ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന SMS വിഭാഗമാണ് കേസ് അന്വേഷിക്കുക. ഒളിവിലുള്ള പ്രതികൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. NCPക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാട് ദുരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് AK ശശീന്ദ്രൻ. താൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നതുപോലെയാകുമെന്നും മന്ത്രി. തോമസ് കെ തോമസിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നും AK ശശീന്ദ്രൻ. പാലപ്പിള്ളിയിൽ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പുലർച്ചെ 4 മണിക്ക് ഇറങ്ങിയ കാട്ടാന കൃഷിയിടങ്ങളിൽ നിലയുറപ്പിക്കുകയായിരുന്നു. രാവിലെ ടാപ്പിംഗിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. ചണ്ഡീഗഡിൽ 18 വർഷത്തെ നിയമയുദ്ധത്തിനൊടുവിൽ വിവാഹമോചനം നേടി 70-കാരനായ കർഷകൻ. 73-കാരിയായ ഭാര്യയ്ക്ക് കോടികൾ നഷ്ടപരിഹാരം നൽകിയാണ് ഇയാൾ 44 വർഷം നീണ്ടുനിന്ന ദാമ്പത്യബന്ധം വേർപെടുത്തിയത്. 3 കോടി രൂപയാണ് സുഭാഷ് ചന്ദ് നഷ്ടപരിഹാരമായി ഭാര്യയ്ക്ക് നൽകിയത്.
സർക്കാർ ആവശ്യത്തിനു വേണ്ടി ഓഫീസിലെത്തിയ വയോധികനെ 1 മണിക്കൂർ കാത്തു നിർത്തിയതിന് ശിക്ഷയായി ഉദ്യോഗസ്ഥരെ 20 മിനിറ്റ് നിർത്തി ജോലി ചെയ്യിപ്പിച്ച് സിഇഒ. ഉത്തർപ്രദേശിലെ നോയിഡ അതോറിറ്റിയുടെ കീഴിലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലാണ് സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. ₹1 കോടി മൂല്യമുള്ള 1.7 കിലോ സ്വർണം കടത്തിയ കേസിൽ എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ ചെന്നൈയിൽ അറസ്റ്റിൽ. ദുബായിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ന വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നയാൾ ക്യാബിൻ ക്രൂവിന് സ്വർണം കൈമാറിയത്. യാത്രക്കാരന്റെയും ക്യാബിൻ ക്രൂവിന്റെയും വിവരങ്ങൾ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടില്ല. കുംഭമേളയ്ക്ക് എത്തുന്ന സന്ദർശകർക്കും ഭക്തർക്കും സംഘാടകരുടെ മുന്നറിയിപ്പ്. ഹോട്ടൽ ബുക്കിംഗിന്റെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾക്കെതിരെയാണ് മുന്നറിയിപ്പ്. 2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. വീട്ടിൽ നിരന്തരമായി സംഭവിക്കുന്ന വഴക്കുകളിൽ മനംനൊന്ത് 27-കാരിയായ യുവതി ജീവനൊടുക്കി. ഗുജറാത്തിലെ പാലൻപൂരിലാണ് സംഭവം. വീടിനുള്ളിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെ കാമുകന് തന്റെ മരണത്തെക്കുറിച്ച് 2 വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് അയക്കുകയും ചെയ്തു. ജമ്മു കാശ്മീരിൽ 23% വിദ്യാർത്ഥികളും പുകവലിക്കുന്നവരെന്ന് പഠന റിപ്പോർട്ടുകൾ. ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നടത്തിയ പഠനത്തിലാണ് വിദ്യാർത്ഥികൾ പുകവലിക്കുന്നതായി കണ്ടെത്തിയത്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് പുകവലിക്കുന്നവരുമായി സമ്പർക്കം പുലർത്തുന്ന 60%-ലധികം വിദ്യാർത്ഥികളും പുകവലിക്ക് അടിമകളായി തീരുന്നുവെന്നും റിപ്പോർട്ട്. സിനിമാ താരങ്ങളെ അനുകരിക്കാൻ വേണ്ടി പുകവലിക്കുന്നവരുണ്ടെന്നും റിപ്പോർട്ട്. അന്തർ സംസ്ഥാന ബൈക്ക് കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ട 18 പേരെ അറസ്റ്റ് ചെയ്ത് മധ്യപ്രദേശ് പോലീസ്. പ്രതികളുടെ താമസ സ്ഥലത്ത് നിന്ന് 162 ബൈക്കുകളും കണ്ടെത്തി. സംസ്ഥാനത്തെ വാഹന മോഷണങ്ങൾ കണക്കിലെടുത്ത് കഴിഞ്ഞ മാസം നടത്തിയ കർശന വാഹന പരിശോധനയ്ക്കിടെയാണ് ബൈക്കുകൾ പിടിച്ചെടുത്തത്. പൊള്ളലേറ്റ് ഇരുട്ടിലേക്ക് വീണുപോയ ജീവനുകൾക്ക് പ്രകാശത്തിന്റെ പുതുജീവൻ നൽകുകയാണ് ഹൈദരാബാദിലെ ഒസ്മാനിയ ആശുപത്രിയിലെ സ്കിൻ ബാങ്ക്. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ 34 പേരുടെ ജീവിതമാണ് ഇവിടെ തിരുത്തിയെഴുതപ്പെട്ടത്. 18 പേരിൽ നിന്ന് ശേഖരിച്ച ചർമ്മമാണ് ചികിത്സയ്ക്കായി ഉപയോഗിച്ചത്. വാഷിംഗ്ടണിൽ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. വെടിവയ്പ് നടത്തിയ ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയ 15 വയസ്സുകാരി നതാലിയുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് ശേഖരിച്ചു. വെടിവയ്പിലേക്ക് നയിച്ച കാരണം കണ്ടെത്താനായില്ല. റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കൊല്ലപ്പെട്ടു. റഷ്യയുടെ ആണവ ജീവശാസ്ത്ര രാസസംരക്ഷണ ട്രൂപ്പുകളുടെ തലവനാണ് ഇഗോർ. മോസ്കോയിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചാണ് മരണം. ദശലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ തുറന്നുകാട്ടിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ 2018 ഡാറ്റാ ലംഘനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഫേസ്ബുക്ക് മാതൃകാ കമ്പനിയായ മെറ്റയ്ക്ക് 251 ദശലക്ഷം യൂറോ പിഴ. യൂറോപ്യൻ യൂണിയൻ പ്രൈവസി വാച്ച് ഡോഗുകളാണ് പിഴ ചുമത്തിയത്. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്നറിയപ്പെടുന്ന നിയമങ്ങളുടെ ഒന്നിലധികം ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പിഴ. യാചകരുടെ കയറ്റുമതി നിർത്തണമെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ 4300 യാചകരെ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ. മക്കയിലും മദീനയിലും ഭിക്ഷാടനത്തിനായി പാകിസ്ഥാനികൾ ഉംറ, ഹജ്ജ് വിസകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് നീക്കം. ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നീ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന 90% യാചകരും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കാനൊരുങ്ങി ചൈന. ലിയോവോണിംഗ് പ്രവിശ്യയിലെ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന നഗരത്തിന് സമീപമാണ് വിമാനത്താവളം വരുന്നത്. കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ള ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളങ്ങളിൽ നിലവിൽ 1ാം സ്ഥാനമുള്ളത് ഹോങ്കോങ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. സ്കോട്ട്ലാൻഡിൽ മലയാളി യുവതിയെ കാണാതായി. 22-കാരിയായ സാന്ദ്ര സജുവിനെയാണ് കാണാതായത്. ഈ മാസം 6-നാണ് സാന്ദ്രയെ അവസാനമായി കണ്ടത്. സാന്ദ്രയെ കണ്ടെത്തൽ പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട്.
പടിഞ്ഞാറൻ ജർമ്മൻ സംസ്ഥാനമായ നോർത്ത് റൈൻ വെസ്റ്റ് വാലിയിലെ സ്കൂളുകളിൽ 2 കുട്ടികൾക്ക് എംപോക്സ് രോഗം സ്ഥിരീകരിച്ചു. തുടർന്ന് സ്കൂൾ അടച്ചു. ഒരു കുടുംബത്തിലെ തന്നെ 4 പേർക്കാണ് എംപോക്സ് ക്ലേഡ് 1B വേരിയന്റ് സ്ഥിരീകരിച്ചത്. ഇതുവരെ ജർമ്മനിയിൽ എംപോക്സ് രോഗത്തെ തുടർന്ന് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജർമ്മൻ ഫ്രഞ്ച് സൗഹൃദത്തിന്റെ പ്രതീകമായി ബെർലിൻ പാരീസ് അതിവേഗ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. 8 മണിക്കൂർ യാത്ര പാരീസിൽ നിന്ന് 9:55 പുറപ്പെട്ട് 6:03 ബെർലിനിൽ എത്തിച്ചേരും. പാരീസിനും ബെർലിനുമിടയിൽ നേരിട്ടുള്ള ആദ്യത്തെ അതിവേഗ റെയിൽ പാതയാണിത്. കളമശ്ശേരി ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന് സൗദി അറേബ്യ കിഴക്കൻ പ്രവിശ്യയിലെ അബ്ഗേക്ക് KMCC ധനസഹായം നൽകി. ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്റർ ആൻഡ് മൊബൈൽ ലാബിന്റെയും പ്രവർത്തനങ്ങൾക്കായാണ് ധനസഹായം കൈമാറിയത്. ചലച്ചിത്ര ഗാനരചനയിൽ നിന്ന് ഇടവേളയെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് മുഹസിൻ പരാരി. വരും വർഷങ്ങളിൽ സംവിധാന സംരംഭത്തിലും തിരക്കഥാ രചനയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് മുഹസിൻ പറയുന്നത്. വൈറസ്, തമാശ, ഭീമന്റെ വഴി, തല്ലുമാല തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിലെ ഹിറ്റ് ഗാനങ്ങളുടെ രചയിതാവാണ് മുഹസിൻ. പുഷ്പ 2 പ്രീമിയർ പ്രദർശനത്തിനിടെ യുവതിയുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്ന സന്ധ്യ തിയേറ്ററിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഹൈദരാബാദ് പോലീസ്. ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായി പോലീസ് നോട്ടീസിൽ പറയുന്നു. അല്ലു അർജുൻ എത്തുമെന്ന് പോലീസിനെ തിയേറ്റർ അധികൃതർ അറിയിച്ചില്ല. തിരക്ക് നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും സംവിധാനം ഉണ്ടായിരുന്നില്ല. മലയാള ചിത്രം പല്ലുട്ടി ആഫ്റ്റർ തിയേറ്റർ റിലീസായി OTTയിലേക്ക്. ഒക്ടോബർ 25-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രമാണിത്. മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ വന്നിട്ടും ബോക്സ് ഓഫീസിൽ ചിത്രം കാര്യമായ വിജയം നേടിയില്ല. 2 മാസങ്ങൾക്കിപ്പുറമാണ് ചിത്രത്തിന്റെ OTT റിലീസ്. പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്ത്. തരുൺ മൂർത്തിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ. 15 വർഷത്തിന് ശേഷം മോഹൻലാൽ ശോഭന കോംബോ ഒരുമിക്കുന്നു എന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ പുരോഗമിക്കുന്ന ചിത്രത്തിന്റെ പുതിയൊരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. വിൽപ്പനാനന്തര സേവനത്തിൽ വിപുല പദ്ധതികളുമായി വിവോ സർവീസ് ഡേയ്സ് എന്ന പേരിലാണ് വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ മാസവും 14-ാം തീയതി മുതൽ 16-ാം തീയതി വരെയായിരിക്കും സർവീസ് ഡേയ്സ്. ഒട്ടനവധി വിൽപ്പനാനന്തര സേവനങ്ങൾ പണം നൽകാതെ നേടാമെന്ന പുതുമയാണ് വിവോ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കലാസംഹിത ക്രിയേറ്റീവ് അക്കാദമി വികസിപ്പിച്ചെടുത്ത ഓൺലൈൻ പ്ലാറ്റ്ഫോം ലേൺവയ ലോകമെമ്പാടുമുള്ള വിദഗ്ധരായ അധ്യാപകരുമായി സഹകരിച്ചു AI-യുടെ സഹായത്തോടെ പഠിക്കാൻ അവസരമൊരുക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ AI സ്റ്റാർട്ടപ്പ് ഫ്ലാഗ്ഷിപ്പ് ഇവന്റായ ഹഡിൽ ഗ്ലോബലിലൂടെയാണ് ലേൺവയ അവതരിപ്പിച്ചിരിക്കുന്നത്. ലേൺവയ ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള കലാകാരന്മാർക്ക് അവരുടെ കോഴ്സുകൾ ലിസ്റ്റ് ചെയ്യാനാകും. സാധാരണ യാത്രക്കാരുടെ ട്രെയിൻ യാത്രാനുഭവത്തിൽ പുതിയ IRCTC സൂപ്പർ ആപ്പ് സൃഷ്ടിക്കാനൊരുങ്ങി ഇന്ത്യൻ റെയിൽവേ. ഒരു കൂട്ടം റെയിൽവേ സേവനങ്ങളെ ഒരു കുടക്കീഴിൽ എളുപ്പം ലഭ്യമാക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഡിസംബറിൽ തന്നെ ആപ്പ് പുറത്തിറക്കാനാണ് പദ്ധതി. US-ൽ ടിക്ടോക്കിന്റെ നിരോധനം ഒഴിവാക്കുന്നതിനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് കമ്പനി. ടിക്ടോക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ US-ൽ നിരോധനം നേരിടുകയോ ചെയ്യണമെന്ന് നിർബന്ധമാക്കുന്ന നിയമം താൽക്കാലികമായി തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കമ്പനി. നിയമം പ്രാവർത്തികമായത് ജനുവരി 19-ന് മുമ്പ് ചൈനീസ് കമ്പനിയുമായുള്ള ബന്ധം എന്നേക്കുമായി ഉപേക്ഷിച്ച് ടിക്ടോക്കിനെ അമേരിക്കൻ കമ്പനികൾക്ക് വിൽക്കണമെന്ന നിയമം. OpenAI അടുത്തിടെ അവതരിപ്പിച്ച വീഡിയോ ജനറേഷൻ ടൂളായ സോറ ടെർബോയ്ക്ക് മറുപടിയുമായി ഗൂഗിളിന്റെ AI വീഡിയോ ജനറേറ്റിംഗ് മോഡലായ വിയോയുടെ 2ാം പതിപ്പ് കമ്പനി പുറത്തിറക്കി. 4K റെസല്യൂഷനുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ ഇതിന് സാധിക്കും. ഒപ്പം ഇമേജ് ജനറേറ്റീവ് AI മോഡലായ ഇമേജിന് 3യും ഗൂഗിൾ പുറത്തിറക്കി. എന്നാൽ ഇമേജിൻ 3യും വിയോ 2യും നിലവിൽ ഇന്ത്യയിൽ ലഭ്യമല്ല. മറ്റു വാർത്താ റിപ്പോർട്ടിലേക്ക്.
ദുരന്തങ്ങൾ നേരിടാൻ കേരള ഫയർഫോഴ്സിന് അണ്ടർ വാട്ടർ ഡ്രോൺ ടെക്നോളജി സംവിധാനം. രക്ഷാപ്രവർത്തനത്തിൽ സ്കൂബ ഡൈവേഴ്സിന് റിമോട്ട് വഴി ഫലപ്രദമായി ഇത് ഉപയോഗിക്കാൻ കഴിയും. 1,10,00,000 രൂപ വില വരുന്ന 4 മെഷീനുകളാണ് അഗ്നിരക്ഷാസേന വാങ്ങിയത്. ദുരന്ത നിവാരണ രംഗത്ത് ആധുനിക സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയാണ് കേരളം. പുഴകളിലും ചളിപ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന് അഗ്നിരക്ഷാസേന മുങ്ങൽ വിദഗ്ധർക്ക് അണ്ടർ വാട്ടർ ഡ്രോൺ ടെക്നോളജി സഹായകമാവും. 100 മീറ്റർ താഴ്ചയിൽ വരെ പോകാൻ ഇതിന് സാധിക്കും. 2 ക്യാമറയും ഒരു 4K ക്യാമറയുമുള്ള റോബോട്ടാണിത്. വെള്ളത്തിനടിയിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സോണാർ സംവിധാനവും ഇതിലുണ്ട്. ഷിരൂർ മണ്ണിടിച്ചിലിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 4 മെഷീനുകൾ ഫയർഫോഴ്സിനായി വാങ്ങിയത്. ഇത് നമുക്ക് ജലാശയങ്ങളിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ അകത്തുള്ള അവസ്ഥ മനസ്സിലാക്കി എവിടെയാണോ ഈ ഒബ്ജക്റ്റ് കണ്ടെത്തുന്നത് അവിടെ നമ്മൾ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാനുള്ളൊരു ഇത് ലഭ്യമാകും. അതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് റീജിയന് കീഴിലെ 12 യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 22 സ്കൂബ ഡൈവേഴ്സിന് നന്മണ്ട പരലാട് കുളത്തിലാണ് പരിശീലനം. ഐറോ ടെക്നോളജീസിൽ നിന്നുള്ളവരാണ് ട്രെയിനിങ് നൽകുന്നത്. ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് വെള്ളത്തിനടിയിൽ നമുക്ക് എന്തെങ്കിലും ഡെബ്രീസോ ഇല്ല എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ്. ക്യാമറയിൽ കൂടെ നമുക്ക് ഡയറക്റ്റ് ആ വിഷ്വൽസ് എല്ലാം കിട്ടും. ഇൻ കേസ് വെള്ളത്തിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ നമ്മൾ അവിടെ ഈ സോണാർ തന്നെ യൂസ് ചെയ്തായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കോഴിക്കോട് റീജിയണൽ ഫയർ ഓഫീസർ ടി രജീഷിൻ്റെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായാണ് പരിശീലനം. കൈരളി ന്യൂസ്, കോഴിക്കോട്. കയ്യിൽ ബ്രഷും മുന്നിൽ ക്യാൻവാസുമായി പ്രമുഖ ചലച്ചിത്ര താരം മിനൻ ജോൺ കൊല്ലത്ത് ചിത്രകലയിൽ ശില്പശാല നടത്തി. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ മീറ്റ് ദി ക്രിയേറ്റർ 2024 ദേശീയ ഡിസൈൻ ഫെസ്റ്റിവൽ ക്യാമ്പിലായിരുന്നു ചിത്രകാരനായ മിനൻ നിറം പകർന്ന് വരമൊഴികളെ കഥാപാത്രങ്ങളാക്കിയത്. റിപ്പോർട്ടോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുമായി കാവ്യ ചേരും. നമസ്കാരം. നമ്മുടെ മീറ്റ് ദി ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ എക്സിബിഷൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ മറ്റൊരു കാഴ്ച കൂടി ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഒരു പെയിൻറ്റിങ് വർക്ക്ഷോപ്പ് നടക്കുകയാണ്. ഈ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൻ്റെ ഒരു ഇതിന് അതാളായി എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബാലതാരവും പിന്നെ ദേശീയ താരമൊക്കെ ആയി നിരവധി പുരസ്കാരങ്ങൾ നേടിയ നമ്മുടെ ബിഗ് സ്ക്രീനിലെ വെള്ളിത്തിരയിലെ മിന്നും താരം, പുതിയ തലമുറയുടെ ആവേശം കൂടിയായിട്ടുള്ള നമ്മുടെ മിനനാണ്. മിനൻ, ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളത്? ഈ ചിത്രരചന അത് പഠിപ്പിക്കുക എന്ന് പറയുന്നത്, കല പഠിപ്പിക്കുക എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് വേറൊരു രൂപമാണല്ലോ ഇത്. ഓക്കെ, ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ ലൈവായിട്ടുള്ളത് ഈ ഏരിയയിലാണ്. സിനിമകൾ ചെയ്യുന്നുണ്ട്, സിനിമയിലും പ്രസൻ്റ് ആണെങ്കിലും സിനിമയില്ലാത്ത സമയത്തൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പരിപാടി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊരു പുതിയ പരിപാടി ചെയ്യുന്ന പോലെ ഒന്നും തോന്നുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന, ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ് വരയ്ക്കുന്ന കാണുക, വരയ്ക്കുന്നവരുടെ കൂടെ നിൽക്കുക. അല്പം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മുകേഷ് അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞു, ഒരു കലാകാരൻ്റെ പ്രസക്തിയെക്കുറിച്ചൊരു കഥയൊക്കെ പറഞ്ഞു. പ്രധാനമന്ത്രിയെ കാണാൻ പറ്റാത്ത സ്ഥലത്ത് ഇന്ദിരാഗാന്ധിയെ കാണാൻ പറ്റാത്ത അക്കാലത്ത് ഒരു ചിത്രകാരൻ വന്ന് ആ ചിത്രം വരച്ചു കൊടുത്തപ്പോൾ ആ ചിത്രകാരനെ അകത്തേക്ക് വിളിപ്പിച്ചു. മറ്റാർക്കും പ്രവേശനമില്ലായിരുന്നു. അത്രമാത്രം ടാലൻ്റാണ് ഇതിന് പിന്നിൽ നിൽക്കുന്നത്. ഈ സിനിമ ആ ആർട്ടാണോ ഏറ്റവും ഇഷ്ടം, ഈ ആർട്ടാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ രണ്ടും ചെയ്യണേ. പക്ഷെ ഇവിടെ നോട്ടെ, താടി വെച്ചപ്പോഴേക്ക് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല പഴയ രൂപത്തിൽ. എനിക്ക് താടി വന്നിട്ടില്ല ട്രോളാവും. ഇതിപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഇത് എങ്ങനെയുണ്ട്? ഇവർ എത്രമാത്രം അവരൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ എത്രമാത്രം നമ്മുടെ ഈ ഒരു ജഡ്ജ്മെൻ്റൽ സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ എപ്പോഴുള്ളൊരു ജഡ്ജ്മെൻ്റൽ സ്വഭാവം, അത് എങ്ങനെ ഇല്ലാതാക്കി എടുക്കാമെന്നാണ് ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെത്രത്തോളം അടിപൊളിയാണെന്നൊന്നും പറയാൻ പോകുന്നില്ല. ഇവരൊക്കെ സത്യം പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ആൾക്കാരാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ ബോക്സ്ഡാണ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത്. നമ്മൾ തിങ്കിങ് പ്രോസസ്സിൽ നമ്മളൊരു സബ്ജക്റ്റിനെ സമീപിക്കുമ്പോൾ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ, അതിനെയൊക്കെ ഒന്ന് പരമാവധി കുറച്ച് കാര്യങ്ങളെങ്കിലും അൺലൈൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് സിനിമ പ്രോജക്റ്റ്, സിനിമ ഒരു കഥ ഇപ്പോൾ കേട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. മിക്കപ്പോഴും ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഒരു പടം വരുന്നുണ്ട്. കുറേ സിനിമകളായില്ലേ? 32 പടത്തോളമായിട്ടുണ്ട്. കണ്ടാൽ പറയില്ല കേട്ടോ, എന്ത് എളിമയാണ്. ഒരു നടൻ്റെ ഒരു അഹങ്കാരവും ഇല്ല, ഭാവവും ഇല്ല, ഒന്നും. എല്ലാ നടന്മാരും അഹങ്കാരമൊന്നും, സോറി അതിനി ട്രോളായി പോകും. അതല്ല ഞാൻ പറഞ്ഞ, അങ്ങനൊന്നുമില്ല, ഒരു അഹംഭാവം ഇല്ലാതെ വളരെ എളിമയോടുകൂടി നിന്ന് ഇവിടെ ഇന്ന് ഈ കുട്ടികളുടെ മുമ്പിൽ അധ്യാപകനായി കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിനെന്താ പറയണത് എനിക്കറിയില്ല.
താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ ഒരു ചിത്രരചന എന്ന് പറയുന്നതിൻ്റെ ഒരു രസക്കൂട്ടുണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. അതിൻ്റെ ആ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ബാലപാഠം പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ വരയ്ക്കണം, കളേഴ്സ്, അങ്ങനത്തെ പല ഭാവങ്ങളെക്കുറിച്ച് നേരത്തെ ഞാൻ പറയുന്നത് കേട്ടോ, ഓരോരുത്തരുടെ മുഖത്തെ എക്സ്പ്രഷൻസ്, ഇതെങ്ങനെ കൊണ്ടുവരാം, ഇതൊക്കെയാണ് നമ്മുടെ മിനൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.